നിങ്ങളിത് ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. വേറൊന്നുമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം വൈറലായിട്ടുള്ള ബൺ മസ്ക. ഈ ബൺ മസ്ക ഇത്ര വൈറലാകാൻ ഇതിന് എന്ത് സ്പെഷ്യൽ ടേസ്റ്റ് ആണെന്നുള്ള അറിയാൻ വേണ്ടി ഞാൻ വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതിന് ആദ്യം വേണ്ടത് അൺസോൾട്ടഡ് ബട്ടറാണ്. അതും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനനുസരിച്ചുള്ള കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. 2-3 ഡ്രോപ്സ് വാനില എസൻസും കൂടി ഒഴിക്കണം. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ദേ ഇപ്പോൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് കട്ട് ചെയ്യണ്ട, കുറച്ച് ഭാഗം കട്ട് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒട്ടും കുറക്കണ്ട കേട്ടോ, കുറച്ച് കൂടുതൽ തന്നെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തോ. ഇനി ഇതിൻ്റെ സൈഡിലും ഇതുപോലെ തന്നെ അത്യാവശ്യം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം കൂടുതലുണ്ടെങ്കിലാണ് കേട്ടോ ഈ ബണ്ണിന് കുറച്ച് ടേസ്റ്റ് കൂടുതൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒട്ടും പിശുക്കാതെ തന്നെ നല്ലോണം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തോ. അപ്പോൾ അടുത്ത ബണ്ണും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ബണ്ണ് ടിപ്പ് ചെയ്ത് കുടിക്കാൻ നമുക്കൊരു ചായ റെഡിയാക്കണം, ഇറാനി ചായ. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ഒരു കുക്കറിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് പട്ട, കറയാമ്പൂ, ഏലക്ക ഇത് 3ഉം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല കടുപ്പം കൂടിയ തേയില അത്യാവശ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. ആ ഒരു ടൈമിൽ നമുക്ക് പാലൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ 2 കപ്പ് പാലാണെങ്കിൽ അത് 1 കപ്പ് ആകുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കണം. പിന്നെ കുക്കർ എടുക്കുമ്പോൾ ഇത്തിരി വലിപ്പമുള്ള കുക്കർ എടുത്തോട്ടോ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയതുപോലെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഞാൻ കണ്ടൻസ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ചായയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, ഈ ബണ്ണ് കഴിക്കുന്നത് ഇറാനി ചായയിൽ ഡിപ്പ് ചെയ്താണ്. അപ്പം നമുക്ക് ചായ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച ആ കടുപ്പുള്ള ചായ ഒരു കപ്പിലേക്ക് ഒഴിക്കാം. ഇനി നല്ലതുപോലെ കുറുക്കിയെടുത്ത പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇറാനി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, ബണ്ണൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ചായയിലൊന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കണം. ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റാണ്. ഈ ബണ്ണ് ചായയിൽ ഡിപ്പ് ചെയ്യാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ ഷോപ്പിലൊന്നും പോകണ്ട, വീട്ടിൽ തന്നെ നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ വേഗം റെഡിയാക്കിക്കോ.